സാധാരണയായി വീക്കെൻഡുകൾ കിട്ടുമ്പോൾ എല്ലാവരും വീട് വിശാലമായി വൃത്തിയാക്കലും അലക്കലും ഒക്കെയാണ്. കുറച്ച് പേർ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് റെസ്റ്റ് എടുക്കും. എന്നാൽ ഈ രണ്ട് വിഭാഗക്കാർക്കും വേണ്ടിയിട്ട് ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിനായി നമ്മൾ 1.5 കപ്പ് അവൽ, അത് വെള്ളയോ ചുവപ്പോ ആവാം, എടുത്ത് ഒന്ന് നനച്ച് കഴുകി കുതിർത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് 250 ഗ്രാം റവ ഇട്ട് കൊടുക്കുക. അത് റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ആകാം. അതിലേക്ക് 1/2 കപ്പ് പുളി കുറഞ്ഞ തൈര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് ഇതുപോലെ ഉരുട്ടി ഒരു ഡോവിൻ്റെ രൂപത്തിലാക്കി എല്ലാ ഭാഗങ്ങളും നനഞ്ഞ് ഉപ്പെല്ലാം എത്തുന്നത് പോലെ ആയി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ ഉരുളകളാക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഉരുളയുടെ ആകൃതി ഒന്ന് അല്പം പരന്ന് കിട്ടും. അപ്പോൾ അതുപോലെ ഇത് മുഴുവനുമായിട്ട് എടുക്കണം. എന്നിട്ട് ഒരു സ്റ്റീമറിൽ നമ്മളിത് പെറുക്കി വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ ഇത് വെന്ത് കഴിയും. അപ്പോൾ അത് ഇറക്കി ഒരു സൈഡിലേക്ക് വെച്ചിട്ട് വീണ്ടും അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് മൂന്നും സാമ്പാറിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. അതിനകത്തേക്ക് ആവശ്യമുള്ള കറിവേപ്പില, 3 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ കായപ്പൊടിയൊന്നും സാമ്പാറിൻ്റെ പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കായപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ ഉരുളകളാക്കി ആവിയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഈ ഉരുളകൾ ഇതിനകത്തേക്കിട്ട് ഈ മിക്സ് എല്ലായിടവും മുഴുവനും ആയി എടുക്കുന്നത് വരെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ